ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജ് തമ്പുരസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചന്മാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആസാമിലെ ഗോഹട്ടി എന്ന് പറയുന്ന സ്ഥലത്തെ കാമക്യ മന്ദിറിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ആസാമിലെ ഹൈന്ദവ ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമാണ് കാമക്യ ദേവി ക്ഷേത്രം. ഗുവാഹട്ടിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നീലാചൽ പർവ്വതത്തിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് പോകുവാനായി ഗോഹട്ടി എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്ററും ഗോഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്ററും ദൂരമുണ്ട്. കാമക്യ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാമക്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശക്തിപീഠങ്ങൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ദക്ഷപുത്രിയായ സതീദേവി ശിവനെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ പിതാവിൻ്റെ അപ്രീതിക്ക് സതീദേവി പാത്രമാവുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം ദക്ഷൻ ഒരു മഹായാഗം നടത്തുന്നു. അവിടെ ക്ഷണിക്കാത്ത അതിഥിയായി ചെന്ന സതീദേവി തൻ്റെ അച്ഛൻ തൻ്റെ ഭർത്താവായ ശിവനെ അപമാനിക്കുന്നത് കേട്ടപ്പോൾ ഉള്ള സങ്കടത്തിൽ സ്വയം തൻ്റെ ശരീരം ആ യാഗാഗ്നിയിൽ ആത്മാഹൂതി ചെയ്തു. ഇതറിഞ്ഞെത്തിയ ശിവൻ പാതി വെന്ത സതീദേവിയുടെ ശരീരവുമായി വേദനയോടെ ഈ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ചു. ഈ സ്ഥിതിയിൽ മഹാദേവന്റെ ശ്രദ്ധ തിരിച്ചുവിടുവാനായി മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ദേവിയുടെ ദേഹത്ത് പ്രയോഗിച്ചു. അങ്ങനെ ദേവിയുടെ ശരീരം 51 കഷ്ണങ്ങളായി ചിതറി പലയിടങ്ങളിൽ വീഴുകയും ചെയ്തു. ആ ഓരോരോ ശരീരഭാഗങ്ങൾ വീണെടുത്ത ഓരോരോ ശക്തിപീഠങ്ങൾ ഉണ്ടായി. സതീദേവിയുടെ യോനിഭാഗം വന്ന് വീണ സ്ഥലമാണ് ആസാമിലെ നീലാചൽ പർവ്വതം. അവിടെയാണ് ഇന്ന് കാമക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും അതുതന്നെയാണ്. പാറയിൽ സ്വയംഭുവായി വന്നിട്ടുള്ള യോനിപീഠം തന്നെയാണ് ഇന്നും അവിടെ ആരാധിക്കുന്നത്. മറ്റൊരു വിഗ്രഹപ്രതിഷ്ഠയും ഇവിടെയില്ല. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി വാഹനം പാർക്ക് ചെയ്ത് ദൂരം കഴിഞ്ഞാൽ കുറച്ച് ദൂരം കാൽനടയായി നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഇരുവശങ്ങളിലുമായി ദേവിക്ക് പ്രിയപ്പെട്ടത്, ദേവിക്ക് മുന്നിൽ നമ്മൾ വഴിപാടായി കൊടുക്കുന്ന വസ്തുക്കൾ, അതും ചുവപ്പ് നിറമുള്ള വസ്ത്രങ്ങളും പൂക്കളും ഒക്കെ കാണുവാൻ സാധിക്കും. പിന്നെ പടവുകൾ കയറി പോകുമ്പോൾ വഴിയിൽ ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്രം എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും ആൺമൃഗങ്ങളെ ബലി കൊടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ അതെല്ലാം കണ്ട് മെയിൻ കവാടത്തിലെത്തി അതിനുള്ളിൽ കയറിയപ്പോൾ വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സന്തോഷം ഉണ്ടായി. ആ സന്തോഷം അവിടെ നേരിട്ട് പോയിട്ടുള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ സാധിക്കൂ. നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വന്തം അമ്മയുടെ അടുത്തെത്തിയ ഒരു പ്രതീതി. ആദിശക്തിയുടെ പ്രതാപരുദ്രയായ ഭഗവതി സങ്കല്പമാണ് കാമക്യ ദേവി. ഇന്നും താന്ത്രികാരാധനയുടെ കേന്ദ്രമായി കാമക്യ ക്ഷേത്രം പരിഗണിക്കപ്പെടുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിഗ്രഹ ആരാധന ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാലും ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലുള്ള പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യോനി രൂപത്തിലാണ് പൂജകളും മറ്റും നടത്തുന്നത്. അതിൽ നിന്ന് നിലയ്ക്കാത്ത തരത്തിലുള്ള നല്ല ക്ലിയർ വാട്ടർ വന്നുകൊണ്ടിരിക്കും. എന്നാൽ വർഷത്തിൽ 3 ദിവസം ജൂൺ മാസത്തിൽ
ഈ യോനി രൂപത്തിൽ നിന്ന് വരുന്ന വെള്ളം കടും ചുവപ്പ് നിറത്തിലായിരിക്കും. ദേവിയുടെ പീരീഡ്സ് ടൈം ആയാണ് ഭക്തർ വിശ്വസിക്കപ്പെടുന്നത്. ആ 3 ദിവസം ക്ഷേത്രം അടച്ചിടും. അതിനുശേഷം 4-ാം ദിവസം വൻപിച്ച ആഘോഷങ്ങളോട് കൂടിയാണ് ഈ ക്ഷേത്രം തുറക്കപ്പെടുന്നത്. അപ്പോൾ നടക്കുന്ന മേളയാണ് അംബുംബച്ചി മേള എന്നറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവവും അതുതന്നെയാണ്. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ കുളം. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരെല്ലാം ഈ കുളത്തിൽ വന്ന് കൈയും കാലും മുഖവും ഒക്കെ കഴുകിയിട്ടാണ് ദേവിയുടെ അടുത്തേക്ക് പോവുക. എന്നിരുന്നാലും ഈ കുളത്തിലെ വെള്ളത്തിന് ഒഴുകി പോകാൻ മറ്റൊരു പാസേജ് ഒന്നും ഇല്ല. എന്നാലും ഈ കുളത്തിലെ വെള്ളം അശുദ്ധമാവില്ല എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 2500ഓളം വർഷ പഴക്കമുണ്ടെന്നാണ് ഗോഹട്ടി യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടേക്ക് വരുന്നവർ തീർച്ചയായിട്ടും അതിരാവിലെ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പിന്നെ സാധാരണക്കാർക്കുള്ള ജനറൽ ക്യൂ അല്ലാതെ VIP ക്യൂവും ഇവിടെ ലഭ്യമാണ്. 500 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പവർഫുള്ളായ ദേവീക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള വെറൈറ്റി ട്രാവൽ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.